ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലേൺ CMA ഓൺലൈൻ ക്ലാസ്സസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ഒരു ഫ്രഷ് ടോപ്പിക്കാണ്. വളരെ ഇൻട്രസ്റ്റഡ് ടോപ്പിക്കാണ്. പ്രോസ്പെക്ടസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. നമ്മുടെ എക്സാം പോയിന്റ് ഫുൾ വളരെയധികം മാർക്സിന് ചോദിച്ച് കണ്ടുള്ള ക്വസ്റ്റ്യനും കൂടാണ് പ്രോസ്പെക്ടസ്. ഓക്കെ, എല്ലാവരും റെഡിയാണോ മക്കൾ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ പ്രോസ്പെക്ടസ് ആണ് ഇന്ന് പഠിക്കാവുന്ന ടോപ്പിക്ക്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പം അതൊരു എക്സാമ്പിളോട് നമുക്ക് പോകാം. നമ്മളൊക്കെ പല സ്ഥലങ്ങളിലും നമ്മുടെ കമ്പനീസ് ആക്ട് നമ്മൾ ഇതുവരെ എടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പല സ്ഥലത്തും യൂസ് ചെയ്തിട്ടുള്ള വാക്കാലേ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണമെന്ന്. അപ്പം ആ പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്യുന്ന രീതി എങ്ങനെ, ഏതൊക്കെ മാനറിൽ പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്യാം, എത്ര ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ഉണ്ട്, അപ്പം ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താ മക്കളെ പ്രോസ്പെക്ടസ്? ആ പ്രോസ്പെക്ടസ് എന്താണെന്ന് നിങ്ങൾക്കെല്ലാം ഒരു ഐഡിയ കാണും. എങ്കിലും ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്കത് പറഞ്ഞുതരാം. അതായത് എനിക്കിപ്പോൾ ഒരു ABC ലിമിറ്റഡ് എന്നൊരു കമ്പനി ഉണ്ട്. എനിക്ക് ABC ലിമിറ്റഡ് എന്നൊരു കമ്പനി ഉണ്ട്. ആ കമ്പനി റൺ ചെയ്യാൻ വേണ്ട മണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 20 ലാക്കാണ്. 20 ലാക്ക് എനിക്ക് ആ ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ റൺ ചെയ്യിപ്പിക്കാൻ വേണം. അപ്പം എൻ്റെ കയ്യിലൊരു 5 ലാക്ക് ഉണ്ട്. ഞാനൊരു 10 ലാക്ക് ബാങ്ക് ലോൺ എടുത്തു. എന്നാലും എനിക്കൊരു 5 ലാക്ക് വേണ്ടേ. ആ 5 ലാക്ക് ഞാൻ പബ്ലിക്കിൻ്റെ നിന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചു. പബ്ലിക്കിൻ്റെ നിന്ന് ആ മണി റേസ് ചെയ്യാൻ ഉദ്ദേശിച്ചു. പബ്ലിക്കാണ് ഞാൻ ചോദിച്ച പബ്ലിക്കിൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ ചോദിക്കുക, ജനങ്ങളെ, എനിക്ക് എൻ്റെ ഒരു ABC ലിമിറ്റഡ് എന്ന കമ്പനി ഇവിടെ ഞാൻ നല്ല രീതിയിൽ റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ തരണം. പബ്ലിക് ആരെങ്കിലും നമുക്ക് ചുമ്മാ പൈസ തരുമോ? ഇല്ല. അപ്പം നമ്മൾ എന്തോ ചെയ്യും, നമ്മുടെ കമ്പനിയിലെ കുറച്ച് ഷെയർസ് അവർക്ക് കൊടുക്കും. അതായത് അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനോ അക്വയർ ചെയ്യാനൊക്കെ കൊടുക്കും. അക്വയർ ചെയ്തുകൊണ്ട് നമ്മളെ കമ്പനിയുടെ ഒരു ഭാഗം, ഒരു മെമ്പറായി അവരും വരും. അപ്പം അവരുടെ പൈസ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ നല്ല രീതിയിൽ നമ്മുടെ കമ്പനി റൺ ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു കാര്യം അവർക്ക് ഏതൊക്കെ രീതി കൊടുക്കാം? ഒരു പബ്ലിക് ഓഫർ വഴി കൊടുക്കാം. നമ്മുടെ കമ്പനിയിൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ അവർക്ക് ഏതൊക്കെ രീതി നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റും? ഒരു പബ്ലിക് ഓഫർ കൊടുക്കാം, ഒരു റൈറ്റ് ഇഷ്യൂ രീതി കൊടുക്കാം, ഒരു ബോണസ് ഇഷ്യൂ രീതി കൊടുക്കാം, ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് രീതിന് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളാണ് ഈ പബ്ലിക് ഓഫറോട് ബന്ധപ്പെട്ട എക്സാമ്പിൾ. അതായത് നമ്മൾ പബ്ലിക്കിൻ്റെ നിന്ന് അവർക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് മണി നമ്മുടെ കമ്പനി നല്ല രീതിയിൽ റൺ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതാണ് പബ്ലിക് ഓഫർ. ഇനി റൈറ്റ് ഇഷ്യൂയും ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയർസ് ആദ്യമേ കൊടുക്കുന്നത് പബ്ലിക്കിനല്ല, നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, നമ്മുടെ കമ്പനിയുള്ള മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അവർക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൊടുക്കും. അവരുടെ നമ്മൾ മണി റേസ് ചെയ്ത് നമ്മുടെ കമ്പനിയിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. ഇനി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പബ്ലിക്കിനൊന്നും അല്ല കൊടുക്കുന്നത്. ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ ഓപ്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കും, ഒരു ഓഫർ കൊടുക്കും. അപ്പം അങ്ങനെ നമുക്ക് മണി റേസ് ചെയ്യാൻ പറ്റുന്നതിന് നമ്മുടെ കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ കുറച്ച് ആൾക്കാർ ചേർന്ന് അവർ നമുക്ക് കുറച്ച് പൈസ തരും. ആ പൈസ കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോകും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കമ്പനി നല്ല രീതിയിൽ റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ 4 ഷെയർസ് കൊടുത്തുകൊണ്ട് 4 രീതിയിൽ നമ്മുടെ കമ്പനിയിൽ മണി റേസ് ചെയ്യാൻ പറ്റും. പബ്ലിക് ഓഫർ, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഈ ഷെയർ എന്ന് പറഞ്ഞ ഷെയറും കൊടുക്കാൻ ചുമ്മാ പബ്ലിക് ഏറ്റെടുക്കും, ഇല്ല. അവർക്ക് നമ്മുടെ കമ്പനിയെ പറ്റി, നമ്മുടെ ABC ലിമിറ്റഡ് എന്ന കമ്പനിയെ പറ്റും, അവിടുത്തെ ഷെയർസിനെ പറ്റിയും, ഷെയറിൻ്റെ വാല്യൂവിനെ പറ്റിയും, ഷെയറിൻ്റെ പ്രൈസിനെ പറ്റിയും, ആ കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണ്, നമ്മൾ അവരുടെ നിന്ന് പൈസ റേസ് ചെയ്തിട്ട് എന്ത് കാര്യത്തിൽ നമ്മൾ ഈ പൈസ ഉപയോഗിക്കും, നമ്മൾ ഈ പൈസ യൂട്ടിലൈസ് ചെയ്യും, ആ കമ്പനിയിലെ ഗുഡ് വിൽ എന്താണ്, കമ്പനിയെ സംബന്ധിച്ചും ഷെയറിനെ സംബന്ധിച്ചുള്ള എല്ലാം ഒരു ബുക്കാക്കി, അതായത് ഒരു ഡോക്യുമെൻ്റ് ആക്കി അവർക്ക് ഇഷ്യൂ ചെയ്യും. അപ്പം ആ ഒരു ഡോക്യുമെൻ്റാണ് നമ്മൾ പ്രോസ്പെക്ടസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ മക്കൾ? ഓക്കെ ആണോ? ആ ഡോക്യുമെൻ്റാണ് നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതൊരു 10-600 പേജ് കാണും. എല്ലാ പേജും അവർക്ക് നമ്മുടെ കമ്പനിയെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മളത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയെ പറ്റിയും കൊടുക്കുന്ന ഷെയർസിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മളതിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അപ്പം ആ ഒരു ബുക്ക്ലെറ്റ്, നമ്മൾ ബുക്ക്ലെറ്റ് എന്നൊക്കെ പറയും, ആ ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും നമ്മൾ ഡോക്യുമെൻ്റ് എന്ന രീതി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അതാണ് പ്രോസ്പെക്ടസ്. നമുക്ക് നോക്കാം ഡെഫിനിഷനിലേക്ക്. സെക്ഷൻ 2 സബ്സെക്ഷൻ 17. Prospectus means any document inviting offer from the public for the subscription or purchase of any securities of a body corporate. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, അതായത് ബോഡി കോർപ്പറേറ്റിന് എന്തെങ്കിലും സെക്യൂരിറ്റി നമ്മുടെ പബ്ലിക്കിന് പർച്ചേസ് ചെയ്യാനോ സബ്സ്ക്രിപ്ഷൻ നടത്താനോ അവർ നമുക്കൊരു ഓഫർ നമ്മളവിടെ കൊടുക്കുക. ആ ഓഫർ കൊടുക്കുന്നത് എന്തിലൂടെ? ഒരു ഡോക്യുമെൻ്റ് കൊടുത്തുകൊണ്ട് അവരെ ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്തും കൂടെ പറയാം, ഇൻവിറ്റേഷൻ പബ്ലിക്, നമ്മൾ പബ്ലിക്കിന് ഇൻവൈറ്റ് ചെയ്യുക, നമ്മുടെ ഷെയർ വാങ്ങിക്കാൻ നമ്മൾ പബ്ലിക്കിന് ഇൻവിറ്റേഷൻ കൊടുക്കുക. അപ്പം അവിടെ കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഈ പ്രോസ്പെക്ടസ്. ഓക്കെ, No prospectus shall be valid if it is issued more than 90 days after the date on which a copy thereof is delivered to the registrar. അതായത് നമ്മൾ രജിസ്ട്രാറിന്
ഈ പ്രോസ്പെക്ടസിൻ്റെ കോപ്പി കൊടുക്കുമല്ലോ, രജിസ്ട്രാറിന് പ്രോസ്പെക്ടസിൻ്റെ കോപ്പി കൊടുത്ത് 19 ഡേയ്സിനുള്ളിൽ നമ്മൾ പബ്ലിക് ഇഷ്യൂ ചെയ്യണം. രജിസ്ട്രാറിന് ഈ പ്രോസ്പെക്ടസിൻ്റെ കോപ്പി സബ്മിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ പ്രോസ്പെക്ട് സബ്മിറ്റ് ചെയ്ത് 19 ഡേയ്സിനുള്ളിൽ നമ്മൾ പബ്ലിക് ഇഷ്യൂ ചെയ്തിരിക്കണം. പബ്ലിക് ഇഷ്യൂ അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതൊരു വാലിഡ് പ്രോസ്പെക്ടസേ മാറത്തുള്ളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ പ്രോസ്പെക്ടസിന് ഒരു തരം വാല്യൂയും കാണില്ല എന്നാണ് പറയുന്നത്, ഒരു വാലിഡിറ്റിയും കാണില്ല. ഓക്കെ, ഇഫ് എ പ്രോസ്പെക്ടസ് ഈസ് ഇഷ്യൂഡ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് ദ പ്രൊവിഷൻ ഓഫ് ദിസ് സെക്ഷൻ, the company shall be punishable with a fine which shall not be less than rupees 5,000 but which may 50,000 but which may extend to 3 lakh rupees, and every person who is knowingly a party to the issue of such a prospectus shall be punishable with a fine which shall not be less than 50,000 but which may extend to rupees 3 lakh. അതായത് നമ്മുടെ ഇവിടെ ഒരു പെനാൽറ്റിയെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ഈ പ്രോസ്പെക്ടസിന് ബന്ധപ്പെട്ട ആ പ്രൊവിഷൻസിൽ എന്തെങ്കിലും കോൺട്രാവെൻഷൻ ചെയ്യുകയാണെങ്കിൽ, പ്രോസ്പെക്ടസിനകത്ത് ഏതെങ്കിലും നമ്മുടെ കമ്പനി കോൺട്രാവെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പനി പണിഷബിൾ ആവും. എത്ര വരെ പണിഷബിൾ ആവും? കുറഞ്ഞത് 50,000, എക്സ്റ്റെൻഡ് ചെയ്തൊരു 3 ലക്ഷം വരെ അവർ പണിഷബിൾ ആവും. ഇനി ഏതെങ്കിലും ഓഫീസർ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു പ്രോസ്പെക്ടസ് എന്തെങ്കിലും കോൺട്രാവെൻഷനോ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുവാണ് എങ്കിൽ അവർക്കും കുറഞ്ഞത് 50,000, എക്സ്റ്റെൻഡ് 3 lakh. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഈ പ്രൊവിഷനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൺട്രാവെൻഷൻ ചെയ്യുകയാണെങ്കിൽ, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിൽ എന്തെങ്കിലും കോൺട്രാവെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയും ഓഫീസേഴ്സും പണിഷബിൾ ആവും. നോട്ട് ലെസ് ദാൻ 50,000 ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 lakh. ഓക്കെ, രണ്ടായിട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി ഹൗ ക്യാൻ കമ്പനീസ് റേസ് ഫണ്ട് ത്രൂ ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ്. അതായത് നമ്മൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ആ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ കമ്പനിക്ക് വേണ്ടി എങ്ങനെയൊക്കെ ഏത് വഴിയിലൂടെയൊക്കെ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്ന ആ ഏതൊക്കെ രീതികൾ നമ്മൾ ഫണ്ട് റേസ് ചെയ്യും, ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻസാണ് സെക്ഷൻ 23 ടു സെക്ഷൻ 42. മക്കളെ, അപ്പോൾ 4 രീതി ഞാൻ നിങ്ങൾക്ക് പറയുന്നു. ഒന്ന് പബ്ലിക് ഓഫർ വഴി, ഒന്ന് റൈറ്റ് ടു ഇഷ്യൂ വഴി, മൂന്നാമത് ബോണസ് ഇഷ്യൂ, നാലാമത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അപ്പം നമുക്ക് നോക്കാം. സെക്ഷൻ 23 ടു 42 വരെയാണ് നമ്മുടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഏതൊക്കെ രീതി ഫണ്ട് റേസ് ചെയ്യാൻ കമ്പനീസ്, എങ്ങനെയൊക്കെ കമ്പനീസ് ഫണ്ട് റേസ് ചെയ്യാനുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. ഇത് സെക്ഷൻ 23 എന്താ പറയുന്നത്? പബ്ലിക് ഓഫർ ആൻഡ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. സെക്ഷൻ 23 പറയുന്നത് പബ്ലിക് ഓഫറും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും ആണ്. പബ്ലിക് ഓഫർ ആരാ കൊടുക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ പബ്ലിക് കമ്പനി ആയിരിക്കും പബ്ലിക് ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ പബ്ലിക് കമ്പനി എങ്ങനെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് നോക്കാം. എ പബ്ലിക് കമ്പനി മേ ഇഷ്യൂ സെക്യൂരിറ്റീസ് to public through prospectus complying with the provision of this part, through private placement by complying with the provision of part 3 of this chapter, through a right issue or bonus issue in accordance with the provision of this act in case of listed company or company which intend to get in its securities listed, also with the provision of the Security and Exchange Board of India 1992 and the rules and regarding made thereunder. നമുക്കൊക്കെ അറിയാം. അതായത് പബ്ലിക് കമ്പനി എങ്ങനെയായിരിക്കും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്, ഏതൊക്കെ രീതി ഉപയോഗിച്ചായിരിക്കും പബ്ലിക് കമ്പനി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്? ഒന്നാമത്തത് പ്രോസ്പെക്ടസ് വഴി പബ്ലിക്കിന് ഒരു പ്രോസ്പെക്ടസ് കൊടുക്കും. അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിൻ്റെ മണി റേസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് എന്താ? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അതായത് നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കും. പിന്നെ നമ്മളെന്താ, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇഷ്യൂയും ബോണസ് ഇഷ്യൂയും വഴി നമ്മുടെ പബ്ലിക് കമ്പനിക്ക് സെക്യൂരിറ്റീസ് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പഠിച്ചു തന്നെ. പബ്ലിക് കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിനെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി പറ്റും. പിന്നെ റൈറ്റ് ഇഷ്യൂയും ബോണസ് ഇഷ്യൂയും വഴി പറ്റും. ഓക്കെ, ഇനി പ്രൈവറ്റ് കമ്പനിക്കാണ് എങ്ങനെ പറ്റും? നമുക്കറിയാം, പ്രൈവറ്റ് കമ്പനിക്ക് എന്തായാലും പബ്ലിക്കിൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിനെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ഏതൊക്കെ രീതിയിൽ പറ്റും? അവർക്കും റൈറ്റ് ഇഷ്യൂയും ബോണസ് ഇഷ്യൂയും അലൗഡ് ആണ്. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഓക്കെ, കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ കുറച്ച് നമ്പർ ഓഫ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്ത്, കുറച്ച് നമ്പർ ഓഫ് പേഴ്സൺസിനെ സെലക്ട് ചെയ്തിട്ട് അവർക്കും കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് പ്രൈവറ്റായിട്ട് അവരുടെയും നമുക്ക് നമ്മുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫണ്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്? പബ്ലിക് കമ്പനി ആണെങ്കിൽ അവർക്ക് പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിനെ വാങ്ങിക്കാൻ പറ്റും, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വാങ്ങിക്കാൻ പറ്റും, പിന്നെ റൈറ്റ് ഇഷ്യൂയും ബോണസ് ഇഷ്യൂയും വഴി അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. എന്നാൽ പ്രൈവറ്റ് കമ്പനിക്ക് റൈറ്റ് ഇഷ്യൂയും ബോണസ് ഇഷ്യൂയും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും വഴി മാത്രമേ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് ഒരിക്കലും പബ്ലിക്കിനെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? ഓക്കെ, ഇനി പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും? പബ്ലിക് ഓഫർ ഇൻക്ലൂഡ് ഇനിഷ്യൽ ഓഫർ ഓർ ഫർദർ പബ്ലിക് ഓഫർ ഓഫ് ദ സെക്യൂരിറ്റീസ് ദ പബ്ലിക് ബൈ എ കമ്പനി. ഇനിഷ്യൽ ഓഫർ എന്താ മക്കളെ? നമ്മുടെ കമ്പനി ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത്
രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ പബ്ലിക്കിന് ആദ്യമായിട്ട് നമ്മുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുക, ഒരു പബ്ലിക് ഓഫർ കൊടുക്കുക. അപ്പോൾ അതാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ. ഇനി നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള കമ്പനി അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഒരു വട്ടം കൊടുത്ത് ഇനിഷ്യൽ ഓഫർ കഴിഞ്ഞിട്ട് പിന്നെയും രണ്ടാമതൊരു ഓഫർ കൊടുത്തില്ല, അതാണ് നമ്മൾ ഫർദർ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് ആദ്യമായിട്ട് കൊടുക്കുന്നതും ഫർദർ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇനിഷ്യൽ പബ്ലിക് ഓഫർ കൊടുത്തതിന് ശേഷം കൊടുക്കുന്ന ഓഫേഴ്സൊക്കെയാണ് ഫർദർ പബ്ലിക് ഓഫർ. ഓക്കെ, രണ്ടാമത് മൂന്നാമതൊക്കെ കൊടുക്കുന്ന ഓഫേഴ്സ്. ഇപ്പം ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സെക്ഷൻ 27 എന്താ പറഞ്ഞത്? വേരിയേഷൻ ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട് ഒബ്ജക്റ്റ് ഇൻ പ്രോസ്പെക്ടസ്. ഓക്കെ, അതായത് നമ്മൾ ഈ പ്രോസ്പെക്ടസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പം പ്രോസ്പെക്ടസ് നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ നോക്കുമ്പം നമ്മുടെ ആ ബിസിനസ്സിലുള്ള ഒബ്ജക്ട്സ് ബിസിനസ് വേരി ചെയ്താലും അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിനനുസരിച്ചോ ടൈമിനനുസരിച്ചൊക്കെ ബിസിനസ് വേരി ചെയ്താലും ആ ബിസിനസ്സിന് ഒബ്ജക്റ്റ് വേരി ചെയ്യാൻ പറ്റത്തില്ല. ഒബ്ജക്റ്റ് വേരി ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ചിലവർ നമ്മൾ പ്രോസ്പെക്ടസ് അപ്പോൾ എത്ര നല്ല രീതിയിൽ ഇഷ്യൂ ചെയ്താൽ പോലും നമ്മൾ ആ കമ്പനിയുടെ ഒബ്ജക്റ്റ് കൊണ്ടായിരിക്കും ചില സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഒബ്ജക്റ്റ് വേരി ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. A company shall not at any time vary the terms of contract referred to in the prospectus or object for which the prospectus was issued, except by way of special resolution general meeting. നമ്മൾ പറഞ്ഞത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് വേരി ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറ്റും എങ്ങനെ കേസി ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി നമുക്ക് ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് എക്സെപ്റ്റ് ബൈ വേ ഓഫ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ജനറൽ മീറ്റിംഗ്. ദ നോട്ടീസ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് റെസൊല്യൂഷൻ ടു ഷെയർ ഹോൾഡേഴ്സ് ഷാൾ ആൾസോ ബി പബ്ലിഷ്ഡ് ഇൻ ന്യൂസ് പേപ്പർ. അതായത് നമ്മൾ ഈ റെസൊല്യൂഷൻ പാസ്സാക്കിയ നോട്ടീസ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്തിനും കൂടെ പബ്ലിഷ് ചെയ്യണം, നമ്മുടെ ന്യൂസ് പേപ്പറിലും പബ്ലിഷ് ചെയ്യണം. ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരെണ്ണം വെർനാക്കുലർ ലാംഗ്വേജിലും ഒരെണ്ണം ഇംഗ്ലീഷ് ലാംഗ്വേജിലും വേണം പബ്ലിഷ് ചെയ്യാൻ. അത് നമുക്കറിയാവുന്ന കാര്യം. ഇനി കമ്പനി ഷാൾ നോട്ട് യൂസ് any amount raised by through prospectus for buying, trading or otherwise dealing in equity shares of any other company. അതായത് നമ്മളിപ്പം ഈ കമ്പനിയുടെ ബിസിനസ്സിലെ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്താലും ആ കിട്ടുന്ന നമ്മൾ ആ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുമല്ലോ, ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി ന്യൂസ് പേപ്പറൊക്കെ പബ്ലിഷും ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിന് നോട്ടീസും കൊടുത്തിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ മണി റൈസ് ചെയ്യുമല്ലോ, പബ്ലിക്കിന് നമ്മൾ പൈസ കൊടുക്കാൻ നേരത്ത് ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ മണി റൈസ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട്, ആ റൈസ് ചെയ്ത എമൗണ്ട് നമ്മൾ എന്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, മറ്റേതെങ്കിലും ബിസിനസ്സിന് ട്രേഡിങ്ങോ ബൈങ്ങോ ആയിട്ട് കാര്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സ്പെക്കുലേറ്റീവ് ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു ബിസിനസ്സിന് ട്രേഡിങ്ങിനോ ബൈങ്ങിനോ യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സ്പെക്കുലേറ്റീവ് ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെന്താ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ മണി റേസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും ബിസിനസ്സിന് വേണ്ടി റേസ് ചെയ്ത മണി അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബിസിനസ്സിന് വേണ്ടി മാത്രമേ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് അവിടെ പറഞ്ഞത്. ഇനി ദ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ബീങ് ദോസ് ഷെയർ ഹോൾഡേഴ്സ് ഹു ഹാവ് നോട്ട് എഗ്രീഡ് ടു ദ പ്രൊപ്പോസൽ ടു വേരി ദ ടേംസ് ഓഫ് കോൺട്രാക്ട് ഓർ ഒബ്ജക്ട് റിഫേർഡ് ടു ഇൻ ദ പ്രോസ്പെക്ടസ് ഷാൾ ബി ഗീവൺ ആൻ എക്സിറ്റ് ഓഫർ ബൈ പ്രൊമോട്ടേഴ്സ് ഓർ കൺട്രോളിംഗ് ഷെയർ ഹോൾഡേഴ്സ് അറ്റ് സച്ച് എക്സിറ്റ് പ്രൈസ് ആൻഡ് ഇൻ സച്ച് മാനർ ആൻഡ് കണ്ടിന്യൂസ് as may be specified by the Security and Exchange Board of India by making regulation in this behalf. അതായത് നമ്മളിത് മുമ്പേ പഠിച്ചിട്ടുള്ള നമ്മൾ ഒബ്ജക്ട്സ് ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ ചില ഷെയർ ഹോൾഡേഴ്സിന് ഇത് എതിർപ്പ് കാണും. അവരെ നമ്മൾ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവർക്ക് നമ്മുടെ കമ്പനി ഓഫർ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഈ ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്ന് എക്സിറ്റായി പോകാം. അവർ എക്സിറ്റായി പോകാമെന്ന് മാത്രമല്ല, അവർ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സാണ്. അതായത് അവർക്ക് ഒബ്ജക്റ്റ് മാറ്റുന്ന എതിര് നിൽക്കുന്നവർ. അപ്പം അവർ എക്സിറ്റായി പോകുന്നതിൻ്റെ കൂടെ അവർക്ക് ഒരു കമ്പനി ഒന്നും കൂടെ ഒരു ഓഫർ കൊടുക്കുന്നു. അവർക്ക് എക്സിറ്റ് പ്രൈസും കൂടെ നമ്മൾ കൊടുത്തു വേണം അവരെ എക്സിറ്റാക്കി വിടാൻ. ഓക്കെ, അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർക്ക് ബിസിനസ്സിന് എക്സിറ്റായി പോകും. അങ്ങനെ പോകുന്ന ടൈമിൽ ഒരു എക്സിറ്റ് പ്രൈസും കൂടെ നമ്മൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അതാ പറഞ്ഞത്. ഇനി അതാണ് സെക്ഷൻ 27 പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മൾ സെക്ഷൻ 23 പഠിച്ചു, സെക്ഷൻ 27. ഇനി സെക്ഷൻ 28 പഠിക്കാൻ പോകുന്നത് ഓഫർ ഫോർ സെയിൽ ഓഫ് ഷെയർസ് ബൈ സർട്ടൺ മെമ്പേഴ്സ് ഓഫ് എ കമ്പനി. അതിലെന്താ മക്കളെ പറഞ്ഞത്? നമ്മുടെ കമ്പനിയുടെ മെമ്പേഴ്സ് അവരുടെ ഷെയർ മറ്റൊരാൾക്ക് സെയിൽ ചെയ്യുന്നു. അപ്പം ആ ഒരു കാര്യമാണ് ഈ സെക്ഷൻ 28 ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. സർട്ടൺ മെമ്പേഴ്സ് ഓഫ് എ കമ്പനി പ്രപ്പോസ് ഹോൾ ഓർ പാർട്ട് ഓഫ് ദെയർ ഹോൾഡിംഗ് ഓഫ് ഷെയർസ് ടു ദ പബ്ലിക് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്.
അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷനോട് കൂടി നമ്മൾ ഹോൾഡ് ചെയ്ത ഷെയർ, അതിൻ്റെ പാർട്ട് ഷെയറോ ഹോൾ ഷെയറോ മൊത്തത്തിലോ അതിൻ്റെ ഒരു ഭാഗമോ മെമ്പേഴ്സിന് എന്താ പബ്ലിക്കിന് കൊടുക്കാൻ പറ്റും. ദ ഡോക്യുമെൻറ്റ് ബൈ വിച്ച് ദ ഓഫർ ഓഫ് സെയിൽ ടു ദ പബ്ലിക് ഈസ് ഡീംഡ് ടു ബി പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി. അതായത് നമ്മൾ പബ്ലിക്കിന് ഈ സെയിൽ ചെയ്യാനുള്ള ഓഫർ കൊടുക്കത്തില്ല, അതൊരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ പബ്ലിക്കിന് നമ്മുടെ ഷെയർ വിൽക്കുകയാണ്, സെയിൽ ചെയ്യുകയാണ്, അങ്ങനൊരു ഓഫർ നമ്മൾ പബ്ലിക്കിന് കൊടുക്കുമ്പം അതൊരു ഡോക്യുമെൻ്റ് ആയിട്ടൊക്കെ നമ്മൾ അവർക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ആ ഡോക്യുമെൻ്റ് എന്തുമായിട്ട് കാണണം? നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്ത പ്രോസ്പെക്ടസ് ആയിട്ട് കണക്കാക്കണം എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്ത പ്രോസ്പെക്ടസ് ആയിട്ട് കണക്കാക്കണം. ഇനി ദ മെമ്പേഴ്സ് വെദർ ഇൻഡിവിജ്വൽസ് ഓർ ബോഡി കോർപ്പറേറ്റ് ഓർ ബോത്ത് ഹൂസ് ഷെയർ ആർ പ്രൊപ്പോസ്ഡ് ടു ബി ഓഫേർഡ് ടു ദ പബ്ലിക് ഷെയർ റീഇംബേഴ്സ് ദ കമ്പനി ഓൾ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ഓൺ ഇറ്റ്സ് മാറ്റർ. അതായത് നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ഒരു മെമ്പറാണ്, ഞാനിപ്പം മെമ്പറാണെന്ന് കരുതി എൻ്റെ ഷെയർ ഞാൻ ചിലപ്പോൾ പബ്ലിക്കിന് വിൽക്കുകയെന്ന് വെച്ചാൽ, അതായത് ജനങ്ങൾക്ക് ഞാൻ ഇത് സെയിൽ ചെയ്യാനുള്ള ഓഫർ കൊടുക്കുക എങ്കിൽ പോലും ഞാൻ അത്ര വലിയ ഫേമസ് ആയിട്ടുള്ളയോ അല്ലെങ്കിൽ ഞാനൊരു മെമ്പറിൻ്റെ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ എൻ്റെ ഷെയർ ആരും വാങ്ങിക്കണമെന്നില്ല. ഞാൻ അവിടുത്തെ ഒരു മെമ്പർ എന്ന നിലയിൽ എൻ്റെ ഷെയർ ഞാൻ ചിലപ്പോൾ പബ്ലിക്കിന് ഓഫർ സെയിൽ ചെയ്താൽ അവർ സെയിലോ ചെയ്യുന്ന ഒരു ഓഫർ കൊടുത്താൽ അവർ വാങ്ങിക്കണമെന്നില്ല. എന്നാൽ നമ്മുടെ ABC ലിമിറ്റഡ് എന്ന കമ്പനി ഹൈ റെപ്യൂട്ടേഷനുള്ള കമ്പനിയാണ്, ഹൈ ഗുഡ് വില്ലുള്ള കമ്പനിയാണ്. അപ്പം ആ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ നമ്മുടെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്ക് ഉത്സാഹം കാണിക്കുക. അപ്പം ആ ഒരു പബ്ലിക്കിൻ്റെ ഗുഡ് വില്ലിനെ മുൻനിർത്തി, ആ ഒരു പബ്ലിക്കിൻ്റെ റെപ്യൂട്ടേഷനെ മുൻനിർത്തി നമ്മുടെ ഏതെങ്കിലും ഒരു മെമ്പേഴ്സ് അവിടുത്തെ ഷെയർ ABC ലിമിറ്റഡ് എന്ന കമ്പനിയിലെ ഷെയർ പബ്ലിക്കിന് സെയിൽ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന എല്ലാ എക്സ്പെൻസസും ആര് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കണം? നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കണം. അതായത് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ മുൻനിർത്തി. അപ്പം കമ്പനിക്ക് ഒരുപാട് ചിലവുകൾ വരും. അപ്പം അവിടെ കമ്പനിക്ക് വന്ന ചിലവുകളെല്ലാം നമ്മൾ ഏത് മെമ്പറാണോ അവരുടെ ഷെയർ പബ്ലിക്കിന് വേണ്ടി സെയിൽ ചെയ്യുന്നത് ആ ഒരു മെമ്പർ അതെല്ലാം റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതാണ് സെക്ഷൻ 28 പറയുന്നത്. ക്ലിയർ? ഇനി സെക്ഷൻ 29 എന്താ പറയുന്നത്? പബ്ലിക് ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ടു ബി ഡീമെറ്റീരിയലൈസ്ഡ് ഫോം. അതായത് പണ്ട് നമ്മൾ ഈ ഷെയറൊക്കെ ഇഷ്യൂ ചെയ്ത് നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കും, പക്ഷേ ഇപ്പോഴത്തെ ഒരു ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. നോക്കാം, ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡീമെറ്റീരിയൽസ് ഫോമിലായിരിക്കണം, അതാണ് പറയുന്നത്. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനി കണ്ടെയ്ൻഡ് ഇൻ എനി അതർ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. അതായത് എവരി കമ്പനി മേക്കിംഗ് പബ്ലിക് ഓഫർ, മൊത്തം വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മീനിങ് പറഞ്ഞു തരാമേ. എവരി കമ്പനി മേക്കിംഗ് പബ്ലിക് ഓഫർ സച്ച് അതർ ക്ലാസ് ഓഫ് പബ്ലിക് കമ്പനീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഷാൾ ഇഷ്യൂഡ് ദ സെക്യൂരിറ്റീസ് ഓൺലി ഇൻ ദ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം ബൈ കംപ്ലൈങ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദി ഡെപ്പോസിറ്ററീസ് ആക്ട് 1996 ആൻഡ് ദ റെഗുലേഷൻ മെയ്ഡ് ദെയർ അണ്ടർ. അതായത് നമ്മൾ പബ്ലിക്കിന് ഓഫർ കൊടുക്കുമ്പോൾ സെക്യൂരിറ്റീസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഡീമെറ്റീരിയൽസ്ഡ് ഫോം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. പണ്ട് നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നത്, ഇപ്പോൾ നമ്മൾ ഡീമെറ്റീരിയൽസ്ഡ് ഫോമിൽ അത് കൊടുക്കണമെന്ന് പറഞ്ഞത്. അതാണ് സെക്ഷൻ 29 പറയുന്നത്. അതായത് ഈ പബ്ലിക് ഓഫർ നടന്ന എല്ലാ കമ്പനിയും, അതാ പറയുന്നത് എവരി കമ്പനി മേക്കിംഗ് പബ്ലിക് ഓഫർ നടന്ന എല്ലാ കമ്പനിയും നമ്മുടെ എങ്ങനെ അത് ആ ഒരു ഡീമെറ്റീരിയൽസ്ഡ് ഫോമിൽ കൊടുക്കേണ്ടത്? നമ്മുടെ ഡെപ്പോസിറ്ററീസ് ആക്ട് പ്രകാരം, ഡെപ്പോസിറ്റ് ആക്ട് 1996 എല്ലാ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡീമെറ്റീരിയൽസ്ഡ് ഫോമിൽ മാത്രമായിരിക്കണം. ഒൺലി ഇൻ ഡീമെറ്റീരിയൽസ്ഡ് ഫോം. പബ്ലിക് ഓഫർ നടന്ന എല്ലാ കമ്പനീസും ഡെപ്പോസിറ്ററീസ് ആക്ടിലെ എല്ലാ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്തുകൊണ്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പം അതൊരു ഡീമെറ്റീരിയൽസ്ഡ് ഫോമിൽ വേണം കൊടുക്കാൻ. അതാണ് സെക്ഷൻ 29 പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി സെക്ഷൻ 30 എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് പ്രോസ്പെക്ടസ്. നമുക്ക് പ്രോസ്പെക്ടസ് അഡ്വർടൈസ്മെൻറ്റ് നൽകാൻ പറ്റുമോ? അത് ആ ഒരു കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നൽകാൻ പറ്റുമെന്ന് നൽകാൻ പറ്റും, അതാണ് ഇവിടെ പറയുന്നത്. Where an advertisement of any prospectus is published in any manner, it shall be necessary to specify the contents of the memorandum regarding. അതായത് നമുക്ക് നമ്മുടെ പ്രോസ്പെക്ടസ് അഡ്വർടൈസ്മെൻറ്റ് നൽകാൻ പറ്റും, ഏത് മാനറിൽ വേണം നമുക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് നമ്മുടെ മെമ്മോറാണ്ടത്തിലെ കുറച്ച് കണ്ടൻസ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കണം, ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഏതൊക്കെ കണ്ടൻസാണ്? ഒബ്ജക്ട്സ്, അതായത് നമ്മുടെ മെമ്മോറാണ്ടത്തിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ക്ലോസ് ഇല്ലേ, ഒബ്ജക്റ്റ് ക്ലോസ്. പിന്നെ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്, ലയബിലിറ്റി ക്ലോസ്. പിന്നെ ദ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഇത് ഏതാ? ക്യാപിറ്റൽ ക്ലോസ്. പിന്നെ ദ നെയിം ഓഫ് സിഗ്നേച്ചറീസ് ടു ദ മെമ്മോറാണ്ടം, ഇതെന്താ? നമ്മുടെ നെയിം ക്ലോസ്. അതായത് മെമ്മോറാണ്ടത്തിലെ ആ സിഗ്നേച്ചേഴ്സിൻ്റെ നെയിം അവിടെ കൊടുത്തിരിക്കണം. ദ നമ്പർ ഓഫ് ഷെയർ സബ്സ്ക്രൈബ്ഡ് ഫോർ ബൈ ദം ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് ആ സിഗ്നേച്ചർ ആ നെയിം കൊടുത്ത ആൾ അവർ എത്ര ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള നമ്പർ, പിന്നെ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇത്രയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് പ്രോസ്പെക്ടസ് അഡ്വർടൈസ്മെൻറ്റ് നൽകാൻ പറ്റും. എന്തൊക്കെയാണ്? ദ ഒബ്ജക്റ്റ്, ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്, ദ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ദ നെയിം ഓഫ് സിഗ്നേച്ചറീസ് ടു ദ മെമ്മോറാണ്ടം, പിന്നെ ദ നമ്പർ ഓഫ് ഷെയർ സബ്സ്ക്രൈബ്ഡ് ടു ദം ഫോർ ബൈ ദം ആൻഡ് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇത്രയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പ്രോസ്പെക്ടസ് അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റും, ഏത് മാനുവലും പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണോ? ഇതാണ് സെക്ഷൻ 30 പറയുന്നത്. ഇനി നമ്മളിപ്പം നമുക്കൊന്ന് റിവൈസ് ചെയ്യാമേ.
അതായത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്രോസ്പെക്ടസ് എന്താണെന്ന് പഠിച്ചു, പിന്നെ ഏതൊക്കെ രീതി നമുക്ക് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ രീതിയിലാണ്? പബ്ലിക് കമ്പനിയാണ് പബ്ലിക് ഓഫറും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും റൈറ്റ് ഇഷ്യൂ ബോണസ് ഇഷ്യൂയും പറ്റും. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും റൈറ്റ് ഇഷ്യൂ ബോണസ് ഇഷ്യൂ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി നമ്മുടെ കമ്പനിയിലെ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇനി പറ്റും ഏത് കേസിൽ? ജനറൽ മീറ്റിംഗ് വിളിച്ചുകൂടി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണെങ്കിൽ നമുക്ക് കമ്പനിയുടെ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ നോട്ടീസ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അത് നമ്മൾ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിടണം. ഒരെണ്ണം വെർണാക്കുലർ ലാംഗ്വേജിലും ഒരെണ്ണം ഇംഗ്ലീഷ് ലാംഗ്വേജിലും ആയിരിക്കണം. ഇനി എന്താ, നമ്മൾ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പബ്ലിക്കിൻ്റെ നിന്ന് റേസ് ചെയ്യുന്ന മണി നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല? നമ്മുടെ ഒരു സ്പെക്കുലേറ്റീവ് ബിസിനസ്സിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അവിടുത്തെ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഓഫർ നമ്മുടെ കമ്പനി കൊടുക്കുന്നുണ്ട്. അവർ എക്സിറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു എക്സിറ്റ് പ്രൈസും കൂടെ നമ്മൾ കൊടുക്കണം. അതാണ് സെക്ഷൻ 27 പറയുന്നത്. ഈ സെക്ഷൻ 20 പറയുന്നത് എന്താ? അതായത് നമ്മുടെ കമ്പനിയിലെ ഏതെങ്കിലും മെമ്പേഴ്സ് അവരുടെ ഷെയർ സെയിൽ ചെയ്യാനുള്ളൊരു ഓഫർ കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഓഫർ കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഓഫർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പബ്ലിക്കിൻ്റെ റെപ്യൂട്ടേഷനൊക്കെ വെച്ചായിരിക്കും മിക്ക മെമ്പേഴ്സും ഷെയർ സെയിലുള്ള ഓഫർ കൊടുക്കുന്നത്. അപ്പം ആ കമ്പനിക്ക് വരുന്ന എല്ലാ ചിലവുകളും നമ്മുടെ ഏത് മെമ്പറിൻ്റെ ഷെയർ ആണോ പബ്ലിക്കിന് സെയിലുള്ള ഓഫർ കൊടുത്ത ആ മെമ്പർ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഇനി നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഡീമെറ്റിൽസ് ഫോമിലായിരിക്കണം. ആ ഒരു കാര്യം അവിടെ പറയുന്നത്. പിന്നെ നമ്മുടെ പ്രോസ്പെക്ടസ് അഡ്വർടൈസ്മെൻറ്റ് രീതി കൊടുക്കുന്നത്, അതാണ് സെക്ഷൻ 13 പറഞ്ഞത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് മാനറിൽ വേണമെങ്കിലും എങ്ങനെ ഏത് മാനറിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പറ്റും, പ്രോസ്പെക്ടസ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ അതിനകത്ത് മെമ്മോറണ്ടൽ കണ്ടൻസ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കണം. അതായത് ഒബ്ജക്ട്സ്, ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്, പിന്നെ ദ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ, പിന്നെ ദ നെയിം ഓഫ് ദ സിഗ്നേച്ചേഴ്സ് ടു ദ മെമ്മോറാണ്ടം ആൻഡ് ദ നമ്പർ ഓഫ് ഷെയർ സബ്സ്ക്രൈബ്ഡ് ഫോർ ബൈ ദം ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പം ഇത്രയാണ് സെക്ഷൻ 30 വരെ പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പം അതെല്ലാവരും അതെന്നല്ല, ഇനി ഷെൽഫ് പ്രോസ്പെക്ടസും റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസും പലപ്പോഴും എക്സാമിന് മാറി ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് അതിന് ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് ഷെൽഫ് പ്രോസ്പെക്ടസ്. അതിൻ്റെ സെക്ഷൻ പറഞ്ഞത് സെക്ഷൻ 31. സെക്ഷൻ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്താണ് ഷെൽഫ് പ്രോസ്പെക്ടസ്? അതായത് നമുക്ക് ഒന്നിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോസ്പെക്ടസ് ആണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പം ഒരു പ്രോസ്പെക്ടസ് പബ്ലിക്കിൻ്റെ നിന്ന് മണി റേസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു. അപ്പം അത് ഞാൻ ജാനുവരിയിലാണ് ഇഷ്യൂ ചെയ്തത്. ജാനുവരി ഇഷ്യൂ ചെയ്ത് അടുത്തേയും എനിക്ക് പൈസയ്ക്ക് ആവശ്യമാണ്. ഞാൻ പിന്നെയും എൻ്റെ ഷെയർ പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പിന്നെയും എനിക്കൊരു പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്യണം. അപ്പം ഞാൻ ആദ്യമേ ചെയ്ത പ്രോസ്പെക്ടസിലെ ആ പ്രോസ്പെക്ടസ് തന്നെ ഈ രണ്ടാമത്തെ പ്രോസ്പെക്ടസ് എന്തെങ്കിലും ചേഞ്ച് വരുത്തി ആ പ്രോസ്പെക്ടസിനെ എനിക്ക് പിന്നെയും ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞത് ഒന്നിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോസ്പെക്ടസ് ആണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. നമുക്ക് നോക്കാം എന്താ എഴുതിയേക്കുന്നതെന്ന്. എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ ഇൻ വൺ ഓർ മോർ ഇഷ്യൂസ് ഓവർ എ സെർട്ടൺ പീരീഡ് വിത്തൗട്ട് ഇഷ്യൂ ഓഫ് ഫർദർ പ്രോസ്പെക്ടസ്. അതായത് ഒന്നിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോസ്പെക്ടസ് ആണ് നമ്മുടെ ഷെൽഫ് പ്രോസ്പെക്ടസ്. അത് പക്ഷേ ഒരിക്കലും നമ്മുടെ ഫർദർ പ്രോസ്പെക്ടസ് ആയിട്ട് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല, ഫർദർ പ്രോസ്പെക്ടസ് ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനൊരു ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താ ടൈം ലിമിറ്റ്? ഇറ്റ് ഈസ് ഇഷ്യൂഡ് വെൻ മോർ ദാൻ വൺ ഇഷ്യൂ ഈസ് റിക്വയർഡ് നോട്ട് എക്സീഡിങ് 1 ഇയർ. അതായത് ഞാൻ ആദ്യത്തെ പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്ത് രണ്ടാമത്തെ പ്രോസ്പെക്ടസ് 1 ഇയറിനുള്ളിൽ തന്നെ ഇഷ്യൂ ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ഫസ്റ്റ് കൊടുത്ത പ്രോസ്പെക്ടസ് രണ്ടാമത്തെ വട്ടം ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. 1 ഇയറിനുള്ളിൽ തന്നെ അത് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇനി എ കമ്പനി ഫയലിംഗ് എ ഷെൽഫ് പ്രോസ്പെക്ടസ് ഷാൾ ബി റിക്വയർഡ് ടു ഫയൽ ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം കണ്ടെയ്നിങ്. അതായത് നമ്മൾ ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് കമ്പനി ഫയൽ ചെയ്യുമല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ മെമ്മോറാണ്ടത്തിലെ കുറച്ച് ഇൻഫോർമേഷൻസും കൂടെ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഇൻഫോർമേഷൻസ് താഴെ പറഞ്ഞത് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് റിലേറ്റിംഗ് ടു ന്യൂ ചാർജസ് ക്രിയേറ്റഡ്. ഞാൻ പറഞ്ഞു എന്താ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, ഞാൻ ജനുവരിയിൽ ഒരു പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്തു, ഞാൻ പിന്നെയും ജൂണിൽ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക. ജനുവരി കൊടുത്ത അതേ പ്രോസ്പെക്ടസ് തന്നെ ജൂണിൽ എനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ വരുന്ന എന്തെങ്കിലും ചാർജസിലോ നമ്മുടെ അതിൻ്റെ ഷെയറിൻ്റെ പ്രൈസിലോ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമെന്ന് ആ മാറ്റമൊക്കെ വരുത്തിയിട്ട് നമുക്ക് ആ ജൂണിൽ നടത്തുന്ന പ്രോസ്പെക്ടസ് ജനുവരി നടത്തിയ പ്രോസ്പെക്ടസ് തന്നെ ആ മാറ്റം വരുത്തി നമുക്ക് ജൂണിൽ അതേ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് റിലേറ്റഡ് ന്യൂ ചാർജസ് ക്രിയേറ്റഡ്. അതായത് എല്ലാ മെറ്റീരിയൽ ഫാക്ട്സ് റിലേറ്റഡ് പുതിയ ചാർജസ് ക്രിയേറ്റ് ആയിരിക്കണം. ഓക്കെ. ഇനി ചേഞ്ചസ് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് കമ്പനി ഹാവ് ഒക്കേർഡ് ബിറ്റ്വീൻ ദ പ്രീവിയസ് ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് സക്സീഡിങ് ഓഫർ ആൻഡ് അതർ പ്രിസ്ക്രൈബ്ഡ് ചേഞ്ചസ്. അതായത് നമ്മുടെ പ്രീവിയസ് ഓഫറും നമ്മുടെ സക്സീഡ് ഓഫറിൻ്റെയും ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ചേഞ്ച് ഒക്കേർ ചെയ്തിരിക്കണം. അത് ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഇനി with the registrar within the prescribed time prior to the issue of second or subsequent offer securities under the such prospectus.
നമ്മൾ സെക്കൻഡ് ഓഫറിന് മുമ്പ് രജിസ്ട്രാറിനടുത്ത് ഫയൽ ചെയ്യണം. നമ്മൾ സെക്കൻഡ് ഓഫർ നടത്തുന്ന ഒരു വർഷത്തിനുള്ളിൽ സെക്കൻഡ് ഓഫർ നടത്താം നമുക്ക്. ആ സെക്കൻഡ് ഓഫർ നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ രജിസ്ട്രാറിൻ്റെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, അതാ പറഞ്ഞത്. ഇനി വേറെ കമ്പനി ഓർ എനി അതർ പേഴ്സൺ ഹാസ് റിസീവ്ഡ് ആപ്ലിക്കേഷൻ ഫോർ ദ അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് എലോങ് വിത്ത് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ദ സബ്സ്ക്രിപ്ഷൻ ബിഫോർ ദ മേക്കിംഗ് ഓഫ് എനി സച്ച് ചേഞ്ചസ് ദ കമ്പനി ഓർ അതർ പേഴ്സൺ ഷാൾ ഇൻറ്റിമേറ്റ് ദ ചേഞ്ചസ് ടു സച്ച് ആപ്ലിക്കൻസ്. അതായത് മക്കളെ, നമ്മുടെ ഏതെങ്കിലും ഒരു പേഴ്സൺ നമ്മുടെ കമ്പനിയിലെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്വാൻസ്ഡ് മണി നൽകി. അതായത് നമ്മൾ ആദ്യത്തെ പ്രോസ്പെക്ടസ് തന്നെ ഇഷ്യൂ ചെയ്തപ്പം സെക്കൻഡ് പ്രോസ്പെക്ടസിന് വേണ്ടി ഇയാൾക്ക് ഇഷ്യൂ ചെയ്യണം. അതായത് സെക്കൻഡ് ടൈം അദ്ദേഹത്തിന് നമ്മൾ പ്രോസ്പെക്ടസ് നൽകുമ്പോൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഫസ്റ്റ് പ്രോസ്പെക്ടസ് നൽകി കഴിഞ്ഞ് നമ്മൾ ജൂണിൽ സെക്കൻഡ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോസ്പെക്ടസ് നമ്മൾ ജനുവരി ഇഷ്യൂ ചെയ്തു. അപ്പം ഫസ്റ്റ് പ്രോസ്പെക്ട് ജനുവരി ഇഷ്യൂ ചെയ്ത് ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആയപ്പോൾ അദ്ദേഹം സെക്കൻഡ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ സെക്കൻഡ് പ്രോസ്പെക്ടസ് നമുക്ക് അദ്ദേഹത്തിന് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം അദ്ദേഹം അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു മെയിൽ അയപ്പോഴേ തന്നു. അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ സെക്കൻഡ് പ്രോസ്പെക്ടസ് എന്തെങ്കിലും ചേഞ്ച് പറ്റുന്ന ആ ചേഞ്ച് അദ്ദേഹത്തിന് ഇൻറ്റിമേറ്റ് ചെയ്തിരിക്കണം, അദ്ദേഹത്തിന് അറിയിച്ചിരിക്കണം. അതാ പറഞ്ഞത്, ആ ആപ്ലിക്കൻസിനെ എല്ലാ ചേഞ്ചസും നമ്മുടെ സബ്സ്ക്രിപ്ഷനുള്ള എല്ലാ ചേഞ്ചസും അവരെ അറിയിച്ചിരിക്കണം. അപ്പം ആ ഒരു പോയിന്റ് നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്ത് ചേഞ്ചസ്, അതായത് അദ്ദേഹം അഡ്വാൻസ്ഡ് മണി തന്നതുകൊണ്ട് തന്നെ, ആ ഒരു പേഴ്സൺ അഡ്വാൻസ്ഡ് മണി തന്നതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് പ്രോസ്പെക്ടസിന് ചേഞ്ചസ് എല്ലാം അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഇൻറ്റിമേറ്റ് ചെയ്തിരിക്കണം. അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഇഫ് ദേ എക്സ്പ്രസ് എ ഡിസയർ ടു വിഡ്രോ ദർ ആപ്ലിക്കേഷൻ ദ കമ്പനി ഓർ അതർ പേഴ്സൺ ഷാൾ റീഫണ്ട് ഓൾ മണീസ് റിസീവ്ഡ് സബ്സ്ക്രിപ്ഷൻ വിത്തിൻ 15 days. അതായത് ആ തന്ന പേഴ്സൺ, അഡ്വാൻസ്ഡ് മണി തന്ന പേഴ്സൺ, അദ്ദേഹത്തിന് എന്തിനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്? അദ്ദേഹം ആ ഒരു ആപ്ലിക്കേഷൻ അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ ചെയ്യാം. അദ്ദേഹം തന്ന അഡ്വാൻസ്ഡ് മണി നമുക്ക് റീഫണ്ട് ചെയ്ത് കൊടുത്തിരിക്കണം. അതും 15 days തന്നെ റീഫണ്ട് ചെയ്ത് കൊടുത്തിരിക്കണം. വിഡ്രോ ചെയ്ത് 15 days തന്നെ മണി റീഫണ്ട് ചെയ്ത് കൊടുത്തിരിക്കണം. ഇനി വേറെ ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം ഈസ് ഫൈൽഡ് എവറി ടൈം ആൻ ഓഫർ ഓഫ് സെക്യൂരിറ്റി ഈസ് മെയ്ഡ് സച്ച് മെമ്മോറാണ്ടം ടുഗദർ വിത്ത് ദ ഷെൽഫ് പ്രോസ്പെക്ടസ് ഷാൾ ബി ഡീംഡ് ടു ബി പ്രോസ്പെക്ടസ്. നമ്മൾ എല്ലാ പ്രാവശ്യം ഓരോ ഓഫർ നൽകുമ്പോഴും ഓരോ ഓഫർ നമ്മൾ നൽകുമ്പോൾ നമുക്കൊരു മെമ്മോറാണ്ടം ഇൻഫോർമേഷൻ നമ്മൾ ഫയൽ ചെയ്യണം. ആ ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം കൂടെ നമ്മൾ ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ കൂടെ ഒരു ഒറിജിനൽ പ്രോസ്പെക്ടസായി നമ്മൾ കണക്കാക്കണം. അതായത് ഒറിജിനൽ പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്യുന്നതായി നമ്മൾ കണക്കാക്കണമെന്നാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണോ മക്കളെ? അതാണ് ഷെൽഫ് പ്രോസ്പെക്ടസ് പറയുന്നത്. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഒന്നാമത് പറയുന്നത്, നമുക്ക് ഒന്നിൽ കൂടുതൽ വട്ടം ഒരു പ്രോസ്പെക്ടസിനെ നമുക്ക് ഒന്നിൽ കൂടുതൽ വട്ടം യൂസ് ചെയ്യാൻ പറ്റും. അത് 1 ഇയറിനുള്ളിൽ തന്നെ ആ ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിരിക്കണം. ആദ്യത്തെ പ്രോസ്പെക്ടസ് നമ്മൾ ഇഷ്യൂ ചെയ്ത് രണ്ടാമത്തെ പ്രോസ്പെക്ടസ് 1 ഇയറിനുള്ളിൽ തന്നെ ഇഷ്യൂ ചെയ്തിരിക്കണം. പിന്നെന്താ പറയുന്നത്, ആ ഷെൽഫ് പ്രോസ്പെക്ടസ് നമ്മൾ ഫയൽ ചെയ്യുമല്ലോ, കമ്പനിയിൽ ഫയൽ ചെയ്യും. അപ്പോൾ അതിലൂടെ നമുക്ക് മെമ്മോറാണ്ടം ഇൻഫോർമേഷൻസും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ എന്തൊക്കെ ഇൻഫോർമേഷൻസാണ്? നമ്മുടെ പുതിയ ചാർജസ് എല്ലാ മെറ്റീരിയൽ ഫാക്ട്സിൻ്റെയും ന്യൂ ചാർജസ് നമ്മൾ റിലേറ്റ് ചെയ്ത എല്ലാ ന്യൂ ചാർജസും ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ നമ്മുടെ പ്രീവിയസ് ഓഫർ, നമ്മുടെ സക്സീഡർ ഓഫറിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ചേഞ്ച് നമ്മൾ ഒക്യൂർ ചെയ്തിരിക്കണം. പിന്നെന്താ, നമ്മൾ സെക്കൻഡ് ഓഫറിന് മുമ്പ് തന്നെ നമ്മൾ രജിസ്ട്രാറിൻ്റെ അടുത്ത് ആ ഒരു ഫയൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി അതുപോലെ ഏതെങ്കിലും ഒരു പേഴ്സൺ നമ്മുടെ സെക്കൻഡ് പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു അഡ്വാൻസ്ഡ് മണി തന്നിട്ടുണ്ട് എങ്കിൽ ആ സെക്കൻഡ് പ്രോസ്പെക്റ്റിന് എന്തെങ്കിലും ചേഞ്ച്, അത് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതാ പേഴ്സണെ പ്രോപ്പറായിട്ട് ഇൻറ്റിമേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ എന്താ, അദ്ദേഹത്തിന് ആ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ വിഡ്രോ ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ട ആ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് മണി അദ്ദേഹത്തിന് റീഫണ്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. അതും 15 days റീഫണ്ട് ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി നമ്മൾ ഇൻഫോർമേഷൻ ഓരോ ഓഫർ കൊടുക്കുമ്പോൾ നമ്മൾ ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം ഫയൽ ചെയ്യും. അപ്പോൾ ആ ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം കൂടെ നമ്മുടെ ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ കൂടെ ഒറിജിനൽ പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്യുന്നതായി കണക്കാക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഷെൽഫ് പ്രോസ്പെക്ടസിനെ പറ്റി പറയാനുള്ളത്. ഇനി അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഓഫ് സെക്യൂരിറ്റി സെക്ഷൻ 33. അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്താ? ഞാനൊരു കഥ പറഞ്ഞുതരാം. അതായത് ഒരു ചെറിയൊരു കഥ. ഇപ്പം ഞാനാണെങ്കിൽ നമ്മുടെ മോഹൻലാൽ സാറിൻ്റെ അടുത്തില്ലേ, മോഹൻലാൽ സാറിൻ്റെ അടുത്തോ മമ്മൂട്ടി സാറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർ സാറിൻ്റെ അടുത്ത് എനിക്ക് ഈ സിനിമയൊക്കെ എഴുതാനൊക്കെ സിനിമ ഇങ്ങനെ കഥയൊക്കെ എഴുതുന്ന ആളാണ് ഞാൻ. കഥയൊക്കെ എഴുതുന്ന ആളാണ്. അപ്പം ഞാനാണെങ്കിൽ ആ ഒരു സിനിമ കഥയെന്ന് പറഞ്ഞാൽ ഒരു 10-600 പേജുണ്ട്. എനിക്ക് ആ ഡയറക്ടർ സാറിനെ ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ കഥ ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞ് കേൾപ്പിക്കണം. ആ കഥയൊന്ന് ചുരുക്കത്തിൽ പറഞ്ഞ് കേൾപ്പിക്കണം. ഓക്കെ.
എൻ്റെ കഥ എനിക്ക് ചുരുക്കത്തിൽ പറഞ്ഞു കൊടുക്കണം. അദ്ദേഹത്തിന് ആ ബുക്ക് ഞാൻ എഴുതിയ ആ സിനിമയുടെ ഇതെഴുതിയ ബുക്ക്, അതായത് കഥ എഴുതിയ ബുക്ക് ഞാൻ അദ്ദേഹത്തിന് കൊടുത്താൽ അത് അദ്ദേഹം ഇന്നും വായിച്ചിരുത്തില്ല, നാളെയും വായിച്ചിട്ടില്ല. എന്നാൽ 600 പേജുള്ള ആ ബുക്കിനെ ഞാൻ 600 പേജുള്ള ആ എഴുതിയ കാര്യങ്ങൾ ഞാൻ ഒരു സമ്മറൈസ്ഡ് ഫോമായിട്ട്, ഒരു ചെറിയൊരു ഫോമായിട്ട്, ഒരു ചെറുതായിട്ടൊന്ന് റീക്യാപ്സ്യൂൾ ചെയ്ത് ഞാൻ അദ്ദേഹത്തിന് അവതരിപ്പിക്കുകയാണ്. ആ ഡയറക്ടർ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് എൻ്റെ സിനിമ. അദ്ദേഹം എനിക്ക് തന്നിരിക്കുന്ന ഒരു വൺ ഹവർ, അപ്പം ആ 1 ഹവറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ ഹവറിനുള്ളിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു റീക്യാപ്സ്യൂൾ ഫോമിൽ ആ ഒരു സിനിമ അവതരിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു കാര്യമാണ് നമ്മുടെ അബ്രിജ്ഡ് പ്രോസ്പെക്ടസിൽ നടക്കുന്നത്. നമ്മുടെ പ്രോസ്പെക്ടസ് ഞാൻ നിങ്ങളുടെ പറഞ്ഞു ഒരു 10-600 പേജുണ്ട്. അപ്പോൾ ഈ 10-600 പേജും നമ്മുടെ പബ്ലിക്ക് നിരത്തിയിരുന്ന് വായിക്കണം എന്ന് നിർബന്ധമില്ല. അവർക്ക് നമ്മൾ എന്തോ ചെയ്യും, ഈ ഒറിജിനൽ പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് നമ്മൾ അവർക്ക് കൊടുക്കും. അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ പ്രോസ്പെക്ടസിൻ്റെ എല്ലാ കാര്യങ്ങളും അടങ്ങിയ കാര്യങ്ങളും നമ്മളൊരു സമ്മറൈസ്ഡ് ഫോമായിട്ട് അല്ലെങ്കിൽ ഒരു റീക്യാപ്സ്യൂൾ ഫോമായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്നതിനാണ് അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ, നോക്കാം. ഇറ്റ് ഈസ് സമ്മറൈസ്ഡ് പ്രോസ്പെക്ടസ് ഫോർ ദ ഒറിജിനൽ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ്. അതായത് ഒറിജിനൽ പ്രോസ്പെക്ടസിൻ്റെ ഒരു സമ്മറൈസ്ഡ് പ്രോസ്പെക്ടസ് ആണ് നമ്മളവിടെ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ആൻഡ് അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് ഇഷ്യൂയിങ് എലോങ് വിത്ത് ആപ്ലിക്കേഷൻ ഫോം ടു ദ സബ്സ്ക്രൈബേഴ്സ്. നമ്മൾ അബ്രിജ്ഡ് പ്രോസ്പെക്ടസിന് ഇഷ്യൂ ചെയ്യുന്നതിന് കൂടെ നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോമും കൂടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കും. ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത് എന്തിനാ? അവർ ആപ്ലിക്കേഷൻ മണിയും കൂടെ അത് റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് നമ്മളൊരു ആപ്ലിക്കേഷൻ മണി കൂടെ കൊടുക്കും. ഇനി ഇൻ ദ ഫോളോയിങ് കേസസ് അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് ഇസ് നോട്ട് ഇഷ്യൂഡ്. അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെ സാഹചര്യത്തിൽ അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട? അതിലൊന്നാമത്തെയാണ് ഓഫർ ഈസ് മെയ്ഡ് ടു ഓൾഡ് ഓർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ഞാൻ പറഞ്ഞു നമുക്ക് പബ്ലിക്കിൻ്റെ നിന്ന് മാത്രം ഷെയർ സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ, നമുക്ക് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴിയും പിന്നെന്താ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വഴിയൊക്കെ നമുക്ക് അവർക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അപ്പം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനും ഓൾഡ് ഷെയർ ഹോൾഡേഴ്സ് രണ്ടും വന്നാൽ, അപ്പം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് നമുക്ക് ഫണ്ട് റേസ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ഫണ്ട് റേസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് അവർ ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു സമ്മറൈസ്ഡ് ഫോമിൽ അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് അവരുടെ മുമ്പിൽ ഇഷ്യൂ പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ സെക്യൂരിറ്റീസ് നോട്ട് ഓഫർഡ് ടു പബ്ലിക്. നമ്മുടെ സെക്യൂരിറ്റീസ് പബ്ലിക്കിന് ഓഫറായിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് വെക്കണ്ട. പബ്ലിക്കിന് ഓഫറായിട്ട് കൊടുക്കുന്നത് മാത്രം ഈ പ്രോസ്പെക്ടസിന് ഇഷ്യൂ ചെയ്താൽ പോരെ. ഓക്കെ, ഈ ഓഫർ മേഡ് ത്രൂ അഡ്വർടൈസ്മെൻറ്റ് ന്യൂസ് പേപ്പർ വഴി നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിലും വെക്കണ്ട. അതായത് നമ്മൾ ന്യൂസ് പേപ്പർ വഴിയാണ് നമ്മുടെ പ്രോസ്പെക്ടസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ, അങ്ങനെ ആണെങ്കിലും നമുക്ക് അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് കൊടുക്കണ്ട. ഇനി വേർ ഇഷ്യൂ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ടൈം ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. നമ്മൾ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു കാര്യവും ഇല്ലെന്ന് വിചാരിച്ചോ, അല്ല നമ്മൾ പബ്ലിക്കിൽ നിന്നും ഫണ്ട് റേസ് ചെയ്തില്ല, അങ്ങനെ ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ 4 കാര്യങ്ങൾ എന്താക്കിയാൽ ഓഫർ ഈസ് മെയ്ഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, സെക്യൂരിറ്റീസ് നോട്ട് ഓഫേർഡ് ടു പബ്ലിക്, ഓഫർ മെയ്ഡ് ത്രൂ അഡ്വർടൈസ്മെൻറ്റ് ന്യൂസ് പേപ്പർ, പിന്നെ വേർ ഇഷ്യൂ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. അപ്പം ഇത്രയും കേസസിൽ നമുക്ക് അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട. ക്ലിയർ? ഇനി എ കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് ഷാൾ ബി ഫർണിഷ്ഡ് ടു എനി പേഴ്സൺ ഹു ഹാസ് റിക്വസ്റ്റഡ് ഫോർ ഇറ്റ്സ് ബിഫോർ ക്ലോസിംഗ് ഓഫ് സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ്. അതായത് ഏതെങ്കിലും ഒരു പേഴ്സൺ നമ്മുടെ ഈ അബ്രിജ്ഡ് പ്രോസ്പെക്ടസിന് കോപ്പി ആവശ്യപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അത് കൊടുത്തിരിക്കണം. ഓക്കെ, അദ്ദേഹത്തിന് അത് കൊടുത്തിരിക്കണം. ഇനി ഇഫ് എ കമ്പനി മേക്കർ ഡിഫോൾട്ട് ഇൻ കംപ്ലൈങ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് സെക്ഷൻ, അതായത് ഈ അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ആ പ്രൊവിഷനിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണ്, ആ പ്രൊവിഷൻ കംപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണ് എങ്കിൽ നമ്മുടെ കമ്പനിക്ക് പെനാൽറ്റി ഉണ്ട്. 15,000 ആണ്. ഓരോ ഡിഫോൾട്ടിന് 50,000 വെച്ച് കമ്പനി ലയബിൾ ആവും, പെനാൽറ്റി ഉണ്ട്. അപ്പം അതാണ് അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് പറയുന്നത്. എന്താണ് ഒരു ഒറിജിനൽ പ്രോസ്പെക്ടസ്, സമ്മറൈസ്ഡ് പ്രോസ്പെക്ടസ്, അബ്രിജ്ഡ് പ്രോസ്പെക്ടസ്. അത് നമുക്ക് അത് ഇഷ്യൂ ചെയ്യുന്നതിനെ കൂടുതൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഫോമോട് ഇഷ്യൂ ചെയ്യണം. പിന്നെ അത് വരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പബ്ലിക്കിന് ഓഫർ കൊടുക്കാത്ത സാഹചര്യത്തിൽ അത് വരണ്ട. പിന്നെന്താ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ കൊടുക്കുന്ന കാര്യത്തിൽ വരണ്ട. പിന്നെ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ അത് വരണ്ട. പിന്നെ വേർ ഇഷ്യൂ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. അപ്പോൾ ഈ 4 കാര്യത്തിലും അത് വരണ്ട. അതുപോലെ ഏതെങ്കിലും ഒരു പേഴ്സൺ പ്രോസ്പെക്ടസിന് കോപ്പി ആവശ്യപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അത് കൊടുത്തിരിക്കണം. പിന്നെന്താ കമ്പനി ഈ പ്രൊവിഷൻ കംപ്ലൈ ചെയ്ത് നിങ്ങൾ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ഓരോ ഡിഫോൾട്ടിന് 50,000 വെച്ച് ലയബിൾ ആവും, പെനാൽറ്റി കൊടുക്കേണ്ടി വരും. ഇനി റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് സെക്ഷൻ 32 പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താ? അതായത്
നമ്മുടെ ഈ ഒറിജിനൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പ്രയറായിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും. അതാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. അതായത് അതിനകത്ത് നമ്മുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആവണമെന്നില്ല. അതായത് നമ്മുടെ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഷെൽഫ് പ്രോസ്പെക്ടസിനകത്താണ്, അതായത് ഒറിജിനൽ പ്രോസ്പെക്ടസിനകത്താണ് കൊടുക്കുന്നത്. പക്ഷേ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടിനകത്ത് ഒരു പ്രയർ പ്രോസ്പെക്ടസ് നമ്മളോട് ഇഷ്യൂ ചെയ്യുക. അതായത് എന്താണ്, അവിടുത്തെ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ചിലപ്പം നമ്മൾ കൊടുക്കേണ്ട പല ഇൻഫോർമേഷൻസും കൊടുക്കാതെ ഒരു പ്രയറായിട്ടൊരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. നോക്കാം. എ പ്രോസ്പെക്ടസ് വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് കംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ് ഓഫ് ദ ക്വാണ്ടം ഓർ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ദെയറിൻ. അതായത് നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത് ചിലപ്പം ഇൻഫോർമേഷൻ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും. നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു പ്രയർ പ്രോസ്പെക്ടസ് കൊടുക്കുന്നതാണ് നമ്മൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ കമ്പനി പ്രൊപ്പോസ് ടു മേക്ക് ആൻ ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് മേ ഇഷ്യൂ എ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പ്രയർ ടു ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് ഒരു പ്രയറായിട്ടാണ് നമ്മൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ദ സെയിം ഷാൾ ബി ഫൈൽഡ് വിത്ത് രജിസ്ട്രാർ അറ്റ്ലീസ്റ്റ് 3 days പ്രയർ ടു ദ ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ആൻഡ് ദ ഓഫർ. അതായത് നമ്മൾ രജിസ്ട്രാറിന് ഫയൽ ചെയ്യണം. ഇത് നമ്മൾ രജിസ്ട്രാറിന് ഫയൽ ചെയ്യണം. അതും നമ്മുടെ ഓഫർ കൊടുക്കുന്നതും സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റും ഓപ്പൺ ചെയ്യുന്നതിന് 3 ദിവസം മുമ്പ് നമ്മൾ രജിസ്ട്രാറിന് ഇത് ഫയൽ ചെയ്തിരിക്കണം. ഇനി ഇറ്റ് ഷാൾ ക്യാരി ദ സെയിം ഒബ്ലിഗേഷൻ ആസ് ആർ ദ ആപ്ലിക്കബിൾ ടു ദ പ്രോസ്പെക്ടസ് ആൻഡ് എനി വേരിയേഷൻ ബിറ്റ്വീൻ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആൻഡ് പ്രോസ്പെക്ടസ് ഷാൾ ബി ഹൈലൈറ്റഡ് ആസ് ദ വേരിയേഷൻ ഇൻ ദ പ്രോസ്പെക്ടസ്. അതായത് നമ്മുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഞാൻ നിങ്ങളുടെ പറഞ്ഞിരുന്നു, അതിനകത്ത് ഇൻഫോർമേഷൻസ് ഒക്കെ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ ആ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് നമ്മുടെ ഒറിജിനൽ പ്രോസ്പെക്ടസ് തമ്മിൽ വേരിയേഷൻ നോക്കിയിട്ട് അതിനകത്ത് ഉൾപ്പെടുത്താത്ത കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒറിജിനൽ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ആ വേരിയേഷൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കണം. ഇനി അറ്റ് ദ ടൈം ഓഫ് ക്ലോസിംഗ് ഓഫ് ദ ഓഫർ ദ പ്രോസ്പെക്ടസ് സ്റ്റാർട്ടിംഗ് ദ ടോട്ടൽ ക്യാപിറ്റൽ റൈസ്ഡ് വെദർ ബൈ വേ ഓഫ് ഡെപ്റ്റ് ഓർ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ദ ക്ലോസിംഗ് price of the securities and any of other detail are not included in the red herring prospectus shall be filed with registrar and SEBI. അതായത് നമ്മൾ രജിസ്ട്രാറിനകത്ത് സെബി അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. എന്താ ഫയൽ ചെയ്യേണ്ടത്? അതായത് മക്കളെ, നമ്മുടെ ഈ ഓഫർ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തോ രജിസ്ട്രാറിനും സെബിക്ക് നമ്മൾ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ ഫയൽ ചെയ്യേണ്ടത്? അതായത് ടോട്ടൽ ക്യാപിറ്റൽ റൈസ്ഡ്, എത്ര ക്യാപിറ്റൽ റൈസ് ചെയ്തു, പിന്നെ അതുപോലെ ഡെപ്റ്റ് ഓർ ഷെയർ ക്യാപിറ്റൽ, പിന്നെ ക്ലോസിംഗ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ്. ഇതും നമ്മുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട് മറ്റുള്ള ഡീറ്റെയിൽസും ഇത് കൂടാതെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസും റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്ത മറ്റുള്ള ഡീറ്റെയിൽസും ഇതെല്ലാം കൂടെ ചേർത്ത് വേണം നമ്മൾ രജിസ്ട്രാറിൻ്റെ മുമ്പിലും സെബിയുടെ മുമ്പിലും ആ പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം ഇതാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിനകത്ത് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നമ്മുടെ ഒറിജിനൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രയറായിട്ട് ഇഷ്യൂ ചെയ്യുന്നൊരു പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. ഇൻഫോർമേഷൻസ് ഇൻകംപ്ലീറ്റഡ് ആയിരിക്കും അതിനകത്ത്. അത് നമ്മളെന്താ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റും ഓഫറും ഓപ്പൺ ചെയ്യുന്നതിന് 3 ദിവസം രജിസ്ട്രാർ അത് ഫയൽ ചെയ്തിരിക്കണം. പിന്നെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് നമ്മുടെ ഒറിജിനൽ പ്രോസ്പെക്ടസ് തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ വേരിയേഷൻ നമ്മുടെ ഒറിജിനൽ പ്രോസ്പെക്ടസ് ഹൈലൈറ്റ് ചെയ്തിരിക്കണം. പിന്നെന്താ നമ്മുടെ ഓഫർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്തിരിക്കണം? ടോട്ടൽ ക്യാപിറ്റൽ റൈസ്ഡ്, പിന്നെ ഡെപ്റ്റ് ഓർ ഷെയർ ക്യാപിറ്റൽ, ക്ലോസിംഗ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ്, മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് അത് ഉൾക്കൊള്ളാത്ത മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആ രജിസ്ട്രാർ മുമ്പിലും സെബിയുടെ മുമ്പിൽ ഫയൽ ചെയ്ത് ആ ഒരു പ്രോസ്പെക്ടസ് അത് ഫയൽ ചെയ്തിരിക്കണം. ഇത്രയാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ? ഇനി പണിഷ്മെൻറ്റ് ഫോർ ഫ്രോഡ് ഇൻക്ലൂഡിങ് പേഴ്സൺ ടു ഇൻവെസ്റ്റ് മണി. അതായത് മണി ഇൻവെസ്റ്റ് ചെയ്ത പേഴ്സൺ എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പണിഷ്മെൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് സെക്ഷൻ 447 വഴി ലയബിൾ ആവും. അതായത് നമ്മൾ ഏത് ഫ്രോഡ് പരിപാടി കാണിച്ചാൽ നിങ്ങൾ ഓർത്തോണം, സെക്ഷൻ 447 വഴിയായിരിക്കും അദ്ദേഹം ലയബിൾ ആവുന്നത്, ആ ഒരു വ്യക്തി ലയബിൾ ആവുന്നത്. ഇനി സെക്ഷൻ 37 എന്താ പറയുന്നത്? അതായത് എ സ്യൂട്ട് മേ ബി ഫൈൽഡ് ഓർ എനി അതർ ആക്ഷൻ മേ ബി ടേക്കൺ ബൈ അഫക്റ്റഡ് പേഴ്സൺ അണ്ടർ സെക്ഷൻ 34, 35 or 36 ഓർ ബൈ എനി പേഴ്സൺ, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അഫക്റ്റഡ് ബൈ മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ദ ഇൻക്ലൂഷൻ ഓഫ് ഒമിഷൻ ഓഫ് എനി മാറ്റേഴ്സ് ഓഫ് പ്രോസ്പെക്ടസ്. അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ എന്തെങ്കിലും സെക്ഷൻ 34 വഴിയോ സെക്ഷൻ 35ലോ സെക്ഷൻ 36ലോ ഏതെങ്കിലും പേഴ്സൺ ലയബിൾ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് കാണിക്കുകയാണ് എങ്കിൽ അദ്ദേഹം ലയബിൾ ആവും. 447 വഴി അദ്ദേഹം ലയബിൾ ആവും. ഇനി പണിഷ്മെൻറ്റ് ഫോർ പേഴ്സണേറ്റിംഗ് സെക്ഷൻ 38 ഇതെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പേഴ്സണേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അതായത് ഇപ്പം എൻ്റെ പേര് സോഫിയ. അപ്പം ഞാൻ സോഫിയ എന്ന പേരിൽ ഒരു കമ്പനിയിൽ നിന്ന് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത്
ഫണ്ട് റേസ് ചെയ്ത് ഞാൻ അവിടുത്തെ സബ്സ്ക്രൈബറായി, ഷെയർ വാങ്ങിച്ചിട്ട് അവിടുത്തെ മെമ്പറായി മാറി. ഇനി ഞാൻ എൻ്റെ ഇനി ഞാൻ വേറൊരു പേരിൽ, അതായത് സോഫിയ ഷാജഹാൻ എന്ന പേരിൽ ഞാൻ പിന്നെയും ഒരു പേഴ്സണേറ്റിംഗ് നെയിം വെച്ച്, അതായത് ഒരാൾ തന്നെ 2 പേരിൽ ആ കമ്പനിയിലെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് പേഴ്സണേറ്റിംഗ് ചെയ്യുക. ഐഡൻറ്റിറ്റി മാറ്റി വെക്കുന്ന കേസിലാണെങ്കിൽ നമ്മൾ പണിഷബിൾ ആവുന്ന പറഞ്ഞത്. നോക്കാം. Provide that any person who makes an application in fictitious name of a company for acquiring or subscribing of its securities, അതായത് കമ്പനിയുടെ സെക്യൂരിറ്റീസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനോ കമ്പനിയിൽ അക്വയർ ചെയ്യാനോ ഒരു ഫിക്റ്റീഷ്യസ് നെയിമിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ചെയ്ത് നമ്മൾ പണിഷബിൾ ആവും. ഒരു ഫിക്റ്റീഷ്യസ് നെയിമിലൂടെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ, അപ്പം ഇതിൽ ഫിക്റ്റീഷ്യസ് നെയിമിലൂടെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ ഷെയർ സെക്യൂരിറ്റീസോ പർച്ചേസ് ചെയ്യുകയോ അക്വയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മളോട് പണിഷബിൾ ആവും. അതുപോലെ എന്താ, മേക്ക് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ, അതായത് സോഫിയ എന്ന വ്യക്തിയാണ് സോഫിയ എന്നും സോഫിയ ഷാജഹാൻ എന്നും ഒരേ വ്യക്തിയാണ് 2 പേരും ഒരു മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ കൊടുക്കുക, ഡിഫറൻറ്റ് നെയിമിലുള്ള മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ പോലും അവിടെ ഞാൻ പണിഷബിൾ ആവുന്ന പറയുന്നത്. പിന്നെന്താ, അതർവൈസ് ഇൻക്ലൂഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു എ കമ്പനി അലോട്ട് ഓർ രജിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ് ബൈ ഹിം ഓർ ടു എനി അതർ person in fictitious name shall be liable for action under section 447. ഇവിടെ ഞാൻ കാണിച്ച ഫ്രോഡല്ലേ. ഞാനെന്ന വ്യക്തി സോഫിയ എന്ന പേരിലും സോഫിയ ഷാജഹാൻ എന്ന പേരിലും ഒരു മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ കൊടുത്തോ അല്ലെങ്കിൽ ഒരു ഫിക്റ്റീഷ്യസ് നെയിമോ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ച ഫ്രോഡ്. അപ്പോൾ ഫ്രോഡ് വഴി നമുക്ക് എന്തോ പണിഷബിളാണ് കിട്ടുന്നത്, 447 വഴി അദ്ദേഹം ലൈബിൾ ആവുന്ന പറയുന്നത്. ഇനി ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 38 subsection 1 ഷാൾ ബി പ്രോമിനൻ്റ്ലി റീപ്രൊഡ്യൂസ് ഇൻ എവരി പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ആൻഡ് എവരി ഫോം ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ദ സെക്യൂരിറ്റീസ്. അതായത് നമ്മൾ എല്ലാ കമ്പനിയിലെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പ്രോമിനൻ്റ്ലി റീപ്രൊഡ്യൂസ് ചെയ്യാനുണ്ട് എങ്കിൽ അത് പ്രോസ്പെക്ടസിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ അത്ര ഇതായിട്ട് എടുക്കേണ്ട, എന്നാലും ഒന്ന് വായിച്ചു വെച്ചാൽ ഇതൊക്കെ പണിഷബിളിൻ്റെ കാര്യമാണ്. പിന്നെ വേറെ പേഴ്സൺ ഹാസ് ബീൻ കൺവിക്റ്റഡ് അണ്ടർ ദ സെക്ഷൻ ദ കോർട്ട് മേ ആൾസോ ഓർഡർ disgorgement of gain if any made by any seizure and disposal of the securities in possession of such a person. അതായത് നമ്മൾ എന്തെങ്കിലും ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന വഴി നമ്മൾ എന്തെങ്കിലും ഗെയിൻ നമുക്ക് കിട്ടുവാണെങ്കിൽ ആ ഗെയിൻ എന്തുവാ, നമ്മളത് ഡിസ്പോസ് ചെയ്ത് കൊടുത്തിരിക്കണം. ഒരു ഗെയിം നമ്മൾ അവർക്കത് തിരിച്ചു കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് റിസീവ്ഡ് ടു ഡിസ്പോസൽ ഓഫ് സെക്യൂരിറ്റീസ് ഷാൾ ബി ക്രെഡിറ്റഡ് വിത്ത് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്. നമ്മൾ ഒരു ഗെയിം നമുക്ക് കിട്ടിയില്ലേ, ഈ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും ഫോൾട്ട് അടിച്ച് നമുക്ക് എന്തെങ്കിലും ഗെയിം കിട്ടുവാണെങ്കിൽ ആ ഒരു മണി നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് നമ്മൾ അത് ക്രെഡിറ്റ് ചെയ്തിരിക്കണം. ആ ഒരു ഫണ്ടിലേക്ക് നമ്മളത് ക്രെഡിറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് പണിഷ്മെൻറ്റ് ഓഫ് പേഴ്സണേറ്റിംഗ് സെക്ഷൻ 38 പിന്നെ സെക്ഷൻ 38 സബ്സെക്ഷൻ 1 പറഞ്ഞത്. ക്ലിയർ ആണോ? നമ്മളിന്ന് എന്തൊക്കെയാണ് മക്കളെ പഠിച്ചത്? പ്രോസ്പെക്ടസ് പഠിച്ചു, പ്രോസ്പെക്ടസ് ഏതൊക്കെ രീതി ഇഷ്യൂ ചെയ്യാമെന്ന് പഠിച്ചു, പിന്നെ ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് പഠിച്ചു. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആരും സ്കിപ്പ് ചെയ്യരുത്, നല്ല പ്രോപ്പറായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.